അങ്ങനെ വീണ്ടും നമ്മുടെ യാത്രകൾ തുടരുക കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. ചിലപ്പോഴൊക്കെ മഴയും മഞ്ഞും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകുക കേട്ടോ. അപ്പോൾ നമ്മൾ വാഗമൺ ടൗണിൽ നിന്ന് അടുത്ത് നമ്മുടെ റൂട്ടിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എങ്കിലും മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ വഴിയേ പറയുന്നതായിരിക്കും. അങ്ങനെ മഞ്ഞൊക്കെ കൂടി വന്നപ്പോഴാണ് നന്നായിട്ട് തണുക്കുന്നുണ്ട്, ഓരോ കട്ടൻ ചായ കുടിച്ചാലോ എന്നുള്ള ചോദ്യം വന്നത്. എന്നാൽ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു. ചായ ഞാനിടാമെന്നും പറഞ്ഞ് തന്നെ ആൾ സ്റ്റൗവൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സ്റ്റൗവും ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഡൽഹി ട്രിപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, നമ്മൾ അവർക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അങ്ങനെ ഇതേ കട്ടൻ ചായ ഇടാനായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല മഞ്ഞുണ്ട്, ഇടയ്ക്കാണെങ്കിൽ മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ മഞ്ഞ് വന്ന് മൂടും, അത് മഞ്ഞ് മാറിക്കഴിയുമ്പോൾ മഴയായിട്ട് മാറും. അങ്ങനെ നമ്മൾ അത് മഴ ഇച്ചിരി കൂടിയപ്പോൾ അകത്തോട്ട് എടുത്ത് വെച്ചു കേട്ടോ. ഇതിൻ്റെ സ്റ്റാൻഡ് ആയിട്ട് അടിയിൽ ഇങ്ങനെ സ്റ്റാൻഡ് പോലെ വെക്കാനുള്ളതുകൊണ്ട് നമുക്ക് വണ്ടിക്കകത്ത് വെക്കാം, സേഫാണ്. അതുപോലെ വണ്ടി ഫുള്ളായിട്ട് അടച്ച് മൂട്ടി കെട്ടിയിട്ട് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട്. അന്നേരം കല്ലൂസിന് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞു കേട്ടോ. എന്നാൽ പിന്നെ അതും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇത്രയും തണുപ്പത്ത് നല്ല ഒന്നാമതൊരു കട്ടൻ ചായ, അതും നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഇട്ട് കുടിക്കുക എന്ന് പറയുന്നത് എന്ത് രസമായിരിക്കും അല്ലേ. എന്തായാലും കട്ടൻ ചായ റെഡിയാക്കിയപ്പോഴേക്കും നല്ല മഴ പുറത്ത് പെയ്തു. അതുകൊണ്ട് ഞാൻ അകത്ത് നിന്ന് കുക്കിങ്ങിൻ്റെ ബാക്കി പരിപാടി ചെയ്തേക്കാമെന്ന് കരുതി നമ്മൾ മേടിച്ച പാക്കറ്റ് നൂഡിൽസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പിറക്കി എടുത്ത് നൂഡിൽസ് റെഡിയാക്കുക കേട്ടോ. അങ്ങോട്ട് നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ യാത്രയിലൊക്കെ ഇതുപോലെ ചെറിയ രീതിയിലൊക്കെ നമുക്ക് ഫുഡ് അടിക്കണമെങ്കിൽ ഇതുപോലത്തെ ഈ ചെറിയ സ്റ്റൗവും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഉപകാരപ്പെടും കേട്ടോ. കാരണം നമ്മൾ കടയിൽ നിന്നൊക്കെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിലും മഴയത്തൊക്കെ നമുക്ക് തന്നെ കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ മഞ്ഞും കാറ്റും എല്ലാം കൂടെ ആയപ്പോൾ ഒരു ചൂട് ചായയും കൂടെ കുടിക്കുമ്പോൾ എന്ത് സുഖമല്ലേ. നല്ല ചൂടുണ്ടായിരുന്നു എടുക്കുമ്പോൾ, പക്ഷെ പെട്ടെന്നാണ് കേട്ടോ ചൂടൊക്കെ ആറിയത്. കാരണം അതുപോലെ നല്ല തണുപ്പുണ്ടായിരുന്നു. നൂഡിൽസ് ഫുൾ തണുത്ത് മരച്ച് പോയായിരുന്നു, എങ്കിലും ചായക്ക് ചെറിയ ചൂടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ കല്ലൂസിനെ പുറത്തിറക്കിയില്ല, ചെറിയൊരു ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് തന്നെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഞാൻ പറയാം. നമ്മളിവിടുന്ന് വാഗമൺ ടൗണിൽ നിന്ന് തൊടുപുഴ റൂട്ടിലാണ് കേട്ടോ കയറിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഒത്തിരി മനോഹരമായ കാഴ്ചകളുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള കാഴ്ചകളും റൂട്ടുകളും നമുക്ക് കാണാം.